എല്ലാവർക്കും പ്രിയാസ് തട്ടിക്കൂട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മാംഗ്ലൂരിയൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ്. അപ്പോൾ ഇത് നമ്മുടെ ഏകദേശം ഒരു കൊഴുക്കട്ടയുടെ ഒരു ഇതൊക്കെ വരും കാണാൻ, പക്ഷേ ഇഡ്ഡലിയുടെ പോലെയൊക്കെ ഇരിക്കും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇഡ്ഡലി അരിയാണ്. ഒരു 3 കപ്പ് അരി എടുത്തിട്ടുണ്ട്. അതൊരു 5 മണിക്കൂർ നമുക്കതൊന്ന് കുതിർത്ത് വെക്കണം. ഏതരി വേണമെങ്കിലും ഉപയോഗിക്കാം. ബസ്മതി അരി ഉപയോഗിക്കാം, മട്ട അരി ഉപയോഗിക്കാം. പക്ഷേ ഇഡ്ഡലിയുടെ അരിയും ബസ്മതിയൊക്കെ ആകുമ്പോൾ ഒരു 5 മണിക്കൂർ കുതിർത്ത് വെച്ചാൽ മതി. മട്ട അരി ഉപയോഗിക്കുമ്പോൾ നമ്മൾ 8 മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണം. അപ്പോൾ രാത്രി ഇട്ടിട്ട് വെള്ളത്തിലിട്ടിട്ട് രാവിലെ എടുത്താലും മതി. അപ്പോൾ ഈ 3 കപ്പ് അരിക്ക് ഞാൻ ഒരു മുഴുവൻ നാളികേരം എടുത്തിട്ടുണ്ട് ചിരകിയത്. പിന്നെ നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ 3 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ വെള്ളം കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല, നമുക്കിത് കുറുക്കിയെടുക്കാനാണ് വേണ്ടത് ഇനി. അപ്പോൾ കുറച്ചധികം ആയാലും പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ അരച്ചെടുത്തത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള അരിയും കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് നമുക്ക് കടുകും ജീരകമൊക്കെ കൂടിയിട്ട് ഒന്ന് ഇതിൽ വറുത്തിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിലേക്ക് 2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോൾ ചെറുജീരകം ഇട്ട് കൊടുക്കുക. ഒരു 1.5 ടീസ്പൂൺ ചെറുജീരകം, അതായത് നമ്മൾ കറിക്കൊക്കെ അരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ചെറുജീരകം ഇട്ട് കൊടുക്കുക. പിന്നെ കറിവേപ്പില ചെറുതാക്കിയിട്ട് അരിഞ്ഞതും കൂടി ഇട്ടിട്ട് നമ്മൾ ഈ അരച്ച് വെച്ചിട്ടുള്ള അരിയിലേക്ക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി ജീരകമൊക്കെ പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കടുക് പൊട്ടിയ വഴിക്ക് തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ ജീരകം കരിഞ്ഞു പോകും. ബാക്കി ആ എണ്ണയുടെ ചൂടിൽ ജീരകം പൊട്ടി വന്നോളും. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. ഇനി നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കണം. കൈയെടുക്കാണ്ട് ഒരു 10 മിനിറ്റോളം ഇളക്കിയെടുക്കണം. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് മാറും. കൈയെടുക്കാണ്ട് ഇളക്കുക തന്നെ വേണം, കാരണം അല്ലെങ്കിൽ കട്ട പിടിക്കും. അപ്പോൾ ഇതുപോലെ സോഫ്റ്റായിട്ട് നമുക്ക് മാവ് കിട്ടും. ഇനിയിപ്പോൾ നല്ല ചൂടാണ്, അത് കാരണം നമുക്ക് ഇപ്പോൾ ഉരുട്ടിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് ഒന്ന് തണവായിട്ട്, അതായത് ഒരു ചെറു ചൂട് വേണം താനും, അങ്ങനത്തെ രീതിയിൽ നമുക്കതൊന്ന് ഉരുട്ടിയെടുക്കാം. അത് എപ്പോഴും ഇത് ചൂടാറാൻ വെക്കുമ്പോൾ അത് അടച്ച് വെക്കണം, കാരണം അല്ലെങ്കിൽ മുകളിലത്തെ ഭാഗം ഭയങ്കര ഡ്രൈ ആയിട്ട് പോവും. ഇപ്പോൾ കുറച്ച് ചൂടാറിയിട്ടുണ്ട്. അപ്പം ഞാൻ വെള്ളത്തിൽ കൈ മുക്കിയിട്ട് അതൊന്ന് ഉരുട്ടിയെടുക്കുകയാണ്. ഉരുട്ടുക എന്ന് പറയുമ്പോൾ നമ്മൾ ഉഴുന്നുവട ഉണ്ടാക്കണ പോലെയാണത് ഉരുട്ടിയിട്ട് എടുക്കണത്. ഇതുപോലെ ഉരുട്ടിയിട്ട് പരത്തിയിട്ട് നടുവിൽ ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കണം വിരൽ വെച്ചിട്ട്. ഇതുപോലെ നമുക്ക് എല്ലാം ഉരുട്ടിയെടുക്കാം. ഇതിൽ മല്ലിയുടെ ഇലയും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കിട്ടും. ഇങ്ങനെ എല്ലാം നമുക്ക് അപ്പുറത്തെ സൈഡിലേക്കൊന്നും അത് വരണ്ട, നമ്മൾ പ്രസ് ചെയ്യണത് വരണ്ട. ഫ്രണ്ടിൽ മാത്രം അങ്ങനെയൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിതൊക്കെ അങ്ങനെ ഉരുട്ടിയെടുക്കാം. ഈ നേരം കൊണ്ട് ഞാനിവിടെ നമ്മൾ ഇഡ്ഡലി ചെമ്പ് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ഇനി നമുക്ക് എല്ലാം ഈ സ്റ്റീമറിലേക്ക് വെച്ചിട്ട് അതൊന്ന് ആവി കയറ്റിയിട്ട് എടുക്കാം. ഒരു 15 മിനിറ്റ് നമ്മൾ ആവി കയറ്റണം. അപ്പോൾ ദേ നമ്മുടെ
ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കഴിക്കുക ചട്നി കൂട്ടിയിട്ടാണ് കഴിക്കുക. ഏത് ചട്നി വേണമെങ്കിലും നിങ്ങളുടെ വീട്ടിലരയ്ക്കണ ഏത് ചട്നി, പച്ചമുളക് കൊണ്ടുള്ള ചട്നി ആയാലും ചുവന്ന മുളക് കൊണ്ടുള്ള ചട്നി, ഏത് ചട്നി ആയാലും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതല്ലെങ്കിലും ഒരു ചട്നിയുടെ ആവശ്യമില്ല, വെറുതെ എടുത്ത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ഈസിയാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അഭിപ്രായം പറയാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം. അപ്പോൾ ഞാനിവിടെ അരച്ചിട്ടുള്ളത് പച്ചമുളക് കൊണ്ടുള്ള ചട്നിയാണ്. അപ്പോൾ ഏത് വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.